കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് വി.ഡി. സതീശനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല എന്നീ 3 പേരുകൾ ഹൈക്കമാൻഡിന് മുന്നിൽ ഉണ്ടായിരുന്നെങ്കിലും ദിവസങ്ങൾ നീണ്ട കൂടിയാലോചനകൾക്ക് ശേഷം ഹൈക്കമാൻഡ് വി.ഡി. സതീശൻ എന്ന ഒറ്റ പേരിലേക്ക് എത്തുകയായിരുന്നു. എം.എൽ.എമാരുടെ പിന്തുണയിൽ കെ.സി. വേണുഗോപാലിന് മേൽക്കൈ ഉണ്ടായിരുന്നെങ്കിലും ഘടകകക്ഷികളും അണികളും സതീശന് മുന്നിൽ നിലയുറപ്പിച്ചതോടെ ഹൈക്കമാൻഡിന് വഴങ്ങാതെ നിവൃത്തിയുണ്ടായില്ല. ഒടുവിൽ അണികളുടെ ആഗ്രഹം പോലെ പട നയിച്ച വടശ്ശേരി ദാമോദരമേനോൻ സതീശൻ എന്ന വി.ഡി. സതീശൻ തന്നെ കേരളം ഭരിക്കാൻ എത്തുന്നു. 1964 മെയ് 31 എറണാകുളം ജില്ലയിലെ നെട്ടൂരിൽ വടശ്ശേരി ദാമോദരമേനോൻ്റെയും വിലാസിനി അമ്മയുടെയും മകനായാണ് വി.ഡി. സതീശൻ്റെ ജനനം. നെട്ടൂരിലെ SVUP സ്കൂൾ, പനങ്ങാട് ഹൈസ്കൂൾ, തേവര സേക്രഡ് ഹാർട്ട് കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സതീശൻ നിയമ ബിരുദധാരിയാണ്. പറവൂർ നിയോജകമണ്ഡലത്തിൽ നിന്ന് 6 തവണ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 1996 മത്സരിച്ചിരുന്നെങ്കിലും പരാജയപ്പെട്ടു. എന്നാൽ 2001 CPIയുടെ P. രാജുവിനെ 7434 വോട്ടിന് തോൽപ്പിച്ചാണ് സതീശൻ നിയമസഭ കയറിയത്. പിന്നീട് പറവൂർ സതീശൻ്റെ കയ്യിൽ ഭദ്രം. 2006 CPIയുടെ KM ദിനകരനെ 7792 വോട്ടുകൾക്ക് തോൽപ്പിച്ചു. പിന്നീട് ക്രമാതീതമായി ഭൂരിപക്ഷം ഉയർത്താൻ സതീശന് സാധിച്ചു. 2011 CPIയുടെ പന്ന്യൻ രവീന്ദ്രനെ 11349 വോട്ടുകൾക്കും 2016 CPIക്കായി മത്സരിച്ച ശാരദാ മോഹനെ 20364 വോട്ടുകൾക്കും 2021 CPIയുടെ MT നിക്സണെ 21301 വോട്ടുകൾക്കുമാണ് സതീശൻ തോൽപ്പിച്ചത്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 20600 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സതീശൻ്റെ വിജയം. LDFനായി മത്സരിച്ച CPIയുടെ ET ടൈസൺ മാസ്റ്ററെയാണ് സതീശൻ പരാജയപ്പെടുത്തിയത്. മഹാത്മാഗാന്ധി സർവകലാശാല യൂണിയൻ ചെയർമാൻ, NSUI സെക്രട്ടറി, KPCC വൈസ് പ്രസിഡന്റ്, AICC സെക്രട്ടറി, കോൺഗ്രസ് നിയമസഭാ കക്ഷി വിപ്പ്, കേരള നിയമസഭയുടെ എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി ചെയർമാൻ, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ, പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുള്ള സതീശൻ വിവിധ ട്രേഡ് യൂണിയനുകൾക്കും നേതൃത്വം നൽകിയിട്ടുണ്ട്. വായനയും യാത്രയും ട്രക്കിങ്ങുമാണ് സതീശൻ്റെ ശീലങ്ങൾ. R. ലക്ഷ്മിപ്രിയയാണ് ഭാര്യ. ഉണ്ണിമായ S. ആണ് മകൾ. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയിലാണെങ്കിൽ മോഡുലാർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ,